അപ്പോൾ ആശാന്മാരെ ഇന്നത്തെ പണി എന്ന് പറഞ്ഞാൽ ശൗചാലയം മനോഹരമാക്കലാണ്. അതായത് നമ്മൾ കുളിക്കുമ്പോൾ വാതിലടച്ച് ഇടാനും അതേപോലെ അടക്കുക, തുറക്കുക, അടക്കുക, അടക്കുക അങ്ങനത്തെ പരിപാടി. അപ്പോൾ നമുക്ക് പണി തുടങ്ങി കളയാം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചുറ്റിക്കറങ്ങി വന്നേക്കണ ഈ ഫിറ്റിങ്സ് ആയിട്ടാണ്. ഇത് 100 രൂപയുടെ ഫിറ്റിങ്സ് ആണ്. ഇതാണ് ഏറ്റവും കുറഞ്ഞ ഫിറ്റിങ്സ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമുക്ക് കീച്ചാൻ പോണത്. അപ്പോൾ ഈ ചെറിയ ഗ്ലാസ്സിട്ട് വെറുതെ കുത്തിയിരുന്നോട്ടെ കേട്ടോ. ഗ്ലാസ് മേലും ആ ക്ലാമ്പൊക്കെ പിടിപ്പിച്ചിട്ടാണ് ആ ഹോള് മാർക്ക് ചെയ്തെടുക്കാൻ പോണേ. നമ്മുടെ ഗ്ലാസ് വെയിറ്റ് പോണ്, അതേപോലെ തന്നെ ബിറ്റ് വെയിറ്റ് പോണ്, നമ്മൾ അടിച്ച് കയറേണ്ട നമ്മുടെ ഗ്രിപ്പ് വെയിറ്റ് പോണ്. അപ്പോൾ ആശാനെ ഇതിങ്ങോട്ട് നോക്കി, ഇത് ഈ ലെഫ്റ്റ് സൈഡ് കണ്ട, ഇത് നമ്മൾ നേരത്തെ ഇങ്ങനെ ക്ലാമ്പൊക്കെ പിടിപ്പിച്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് നമുക്ക് ഗ്രിപ്പൊക്കെ അടിച്ച് കയറ്റി വെച്ചേക്കണേ ഉണ്ടാ. ഇനി വെറുതെ ഗ്ലാസ് എടുത്ത് നോക്കുക, സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാത്ത. അത് നോർത്ത് പറവൂർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആലിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് വന്നിട്ട് പിന്നെ അങ്ങോട്ട് കുറച്ചങ്ങോട്ട് വന്നിട്ട് ലെഫ്റ്റ് വന്നിട്ട് അപ്പോൾ പിന്നെ അങ്ങോട്ട് കുറച്ച് വന്നു കഴിയുമ്പോൾ ചെത്തുതൊഴിലാളി യൂണിയൻ കാണാം. അതിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് നോക്കി കഴിയുമ്പോൾ ഈ കട കാണാം. അപ്പോൾ ഇവിടെ 4500 രൂപ 3500 രൂപയ്ക്കുള്ളത് ഈ ഫിറ്റിങ്സുകൾക്ക്. മൊത്തം ഫിറ്റിങ്സ് ആണ്. മൊത്തം അങ്ങോട്ട് 3500 4500 കൊടുത്ത് അങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് ഈ ഗ്രിപ്പിൻ്റെ ഉള്ളിലേക്ക് സ്ക്രൂ തിരികെ കയറ്റാം. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ക്രൂ തന്നെ കേട്ടോ നമ്മൾ തിരിച്ച് കയറ്റിക്കൊണ്ടിരിക്കണം. ഏകദേശം ഗ്ലാസിൻ്റെ മധ്യഭാഗത്തായിട്ട് നമ്മളൊരു സ്ക്രൂ കൂടി കൊടുക്കേണ്ടത്. അതായത് നമ്മൾ ഫിറ്റിങ്സ് പിടിപ്പിച്ചിട്ട് ഒരു ഐറ്റം ഗ്രിപ്പ് അടിച്ച് കയറ്റിയിട്ട് നമ്മൾ സ്ക്രൂ പിരിച്ചാണ് കൊടുക്കേണ്ടത്. അപ്പം ഈ ചെറിയ ഗ്ലാസ്സിന് മാത്രം ഉണ്ട് വെറുതെ കുത്തിയിരുന്ന് നമ്മൾ ഈ സെൻറ്ററിൽ ഒരു ക്ലാമ്പ് പിടിപ്പിച്ച് എന്താണ് ഡോറ് തൂക്കിയിടുന്ന കൊണ്ടാണ്. അപ്പോൾ ആ ലെഫ്റ്റ് സൈഡിലെ ആ വലിയ ഗ്ലാസ് എടുത്ത് അങ്ങോട്ട് പിടിപ്പിച്ച് അതേപോലെ സ്ക്രൂ പിരിച്ച് കയറ്റി കളയാം. പിന്നെ നമ്മൾ ടോപ്പിൽ മാത്രമാണ് ഒരു ഫിറ്റിങ്സ് വെക്കണത്. അതിന് ഹോളൊന്നും ഇല്ല കേട്ടോ ടോപ്പിൽ വെക്കണ ഫിറ്റിങ്സ്. അപ്പോൾ ദേ കിടക്കണ മച്ചമ്പി നമ്മൾ മേടിച്ച 3500 രൂപ ഫിറ്റിങ്സ് ആണ് ഈ കിടക്കണത്. ഏതെടുത്താലും 3500 രൂപ. അപ്പോൾ നമ്മൾ ഇതാണ് മുകളിൽ വെക്കണ ഫിറ്റിങ്സ് ഉണ്ടാ. അതായത് നമ്മൾ പൈപ്പിൽ കോർത്തിട്ട് നമ്മൾ ഗ്ലാസ്സിൽ കമത്തിയാണ്ട് വെക്കണേ. അതായത് ഒരു ഹോള് പോലും വേണ്ട, നമ്മുടെ എൽക്കിയാണ്, എൽക്കി വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് വെക്കണേണത്. അപ്പോൾ ഇത് വളരെ എളുപ്പമുണ്ട് ഈ പരിപാടി. അപ്പോൾ പണി ഇത്രേ ഉള്ളൂ. 3/4 പൈപ്പാണ് കോർത്ത് എടുക്കുക. അതേപോലെ ഗ്ലാസിൻ്റെ മുകളിലോട്ടാണ് കമത്തി വെക്കുക. ഫിറ്റിങ്സ് ഗ്ലാസ്സിലോട്ട് ഇറക്കി വെക്കുക. എൽക്കിയിട്ടാണ് കീച്ചി കളയുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മൂല നമുക്ക് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് ഇതേപോലെ തന്നെ വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ. അതേപോലെ തന്നെ ഭിത്തിയിലോട്ട് വന്ന ഭാഗം അതെല്ലാം ആ റൗണ്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ട് നേരെ സ്ക്രൂ അടിച്ച് കയറ്റി കളയും 8mm ഗ്രിപ്പ് ഇട്ടിട്ട്. അപ്പോൾ അതേ നമ്മുടെ കർട്ടൻ ഫിറ്റിങ്സ് പിടിപ്പിക്കണ പോലെയുണ്ട് ഈ സാധനം പിടിപ്പിക്കേണ്ടത്. അപ്പോൾ ആ സാധനം അവിടെ അങ്ങോട്ട് നമ്മൾ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടാണ് പിരിച്ച് തരുന്നതാണ്. എന്നിട്ട് കർട്ടൻ പൈപ്പ് ഇടുന്ന പോലെ തന്നെ നമ്മൾ അതിൻ്റെ അകത്തോട്ട് തള്ളിക്കയറ്റിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ മനസ്സുണ്ടെങ്കിൽ ആർക്കും ചെയ്യാവുന്ന കൊണ ആപ്ലിക്കേഷൻ ആയിട്ട് ഉണ്ടത്. അതായത് ഒരു കർട്ടൻ പിടിപ്പിക്കുന്ന അതേ സെറ്റപ്പ്. അപ്പോൾ ആശാന്മാരെ ഇതാണ് നമ്മുടെ മൂല തിരിച്ചു തന്നെ ഫിറ്റിങ്സ്. ഇതും നമ്മുടെ 3/4 പൈപ്പിൽ കയറ്റിയിട്ടിട്ട് അപ്പുറത്തോട്ടാണ്ട് 90 എത്ര ഡിഗ്രി ആംഗിളാണെങ്കിലും ഡിഗ്രി എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് കീച്ചി കളയാം. നമ്മളിപ്പോൾ അത് വെച്ച് നോക്കിയിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുന്നത്. അത് വേറെ ഒന്നുമല്ല, വീഡിയോക്ക് വേണ്ടിയാണ്. അല്ലെങ്കിൽ നമുക്ക് അളവെടുത്ത് മാർക്ക് ചെയ്യാവുന്നുള്ളൂ കേട്ടത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മളിങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ എൽക്കി എടുത്തിട്ടാണ് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാം എൽക്കി തന്നെ ഉണ്ട്. ഈ ബെൻഡ് വന്നതൊക്കെ എൽക്കിയാണ്. അപ്പോൾ നമുക്ക് ആ ബെൻഡ് കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു എൽക്കി ഉണ്ട്. അത് ടൈറ്റ് ചെയ്താൽ പിന്നെ പടി പോലെ ഒന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആ 8mm ഗ്രിപ്പാണ് അടിച്ച് കയറ്റി കളയാം. എന്നിട്ട് നമ്മുടെ ബ്രാസിൻ്റെ പോലത്തെ സാധനം പിടിപ്പിച്ചിട്ട് നേരെയാണ് കയറ്റിയിട്ടാൽ മതി. അതായത് സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഗ്ലാസിൻ്റെ മുകളിൽ വരുന്ന ഫിറ്റിങ്സും ഒരു ഹോളൊന്നുമില്ല, വെറുതെ വെച്ചിട്ട് എൽക്കി ടൈറ്റിംഗ് ആണ്. അപ്പോൾ ആശാനെ ഇതാണ് നമ്മുടെ വിജാഗിരി. അപ്പോൾ ഈ വിജാഗിരി വെച്ചിട്ടാണ് നമുക്ക് കീച്ചാൻ പോണത്. അതായത് നമ്മൾ ഗ്ലാസിൻ്റെ അളവെടുക്കുമ്പോൾ നമ്മൾ 5mm ക്ലിയറൻസ് ഇടുന്നുണ്ട്. ഗ്ലാസ് ടു ഗ്ലാസ് 5mm ഉണ്ടായിരുന്നത്. അതായത് വിജാഗിരി വരുന്ന ഗ്ലാസും ആ ഫിക്സഡ് ആയിട്ട് വെച്ചേക്കുന്ന ഗ്ലാസും അത് തമ്മിൽ 5mm ഗ്യാപ്പ്. അപ്പോൾ നമുക്ക് ആശാനെ ഒരു കാര്യം പറയാൻ വിട്ടു കേട്ടോ. അതായത് നമ്മുടെ ഈ ഹിഞ്ചസ് കൊണ്ടേ കൊടുത്തിട്ട് വേണം കേട്ടോ ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം ഗ്ലാസ്. അപ്പോൾ നമ്മൾ ടെമ്പർ അടിക്കുന്നതിന് മുമ്പ് തന്നെ ഹിഞ്ചസ് കൊണ്ടേ കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ ഷേപ്പിൽ അവർ ടെമ്പർ അടിച്ച് കട്ട് ചെയ്ത് ഇങ്ങനെ തരും. അപ്പോൾ നമുക്ക് ഗ്ലാസ് ഡോർ അങ്ങോട്ട് തൂക്കിയിട്ട് കളയാം. തൂക്കിയിടണ കേട്ടോ വിജാഗിരി വെച്ചിട്ട് പിടിപ്പിക്കണേ. താഴത്തെ 2 ബേസ് ബോർഡ് ഇട്ട് കൊടുക്കാൻ എപ്പോഴും നല്ല കേട്ടോ. അപ്പോൾ ആ മൂല നമുക്ക് മുട്ടിയാൽ പൊട്ടാനൊന്നും ചാൻസ് വരില്ല. ലാസ്റ്റ് നമുക്ക് അങ്ങോട്ട് വലിച്ചെടുത്ത് കളയാമെന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇതൊക്കെ അങ്ങോട്ട് പിടിപ്പിച്ച് കളയാം. കിടുതാപ്പുകളൊക്കെ അങ്ങോട്ട് പിടിപ്പിച്ച് എൽക്കിയാണ് കംപ്ലീറ്റ്. ടും 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 എന്ന് പറഞ്ഞൊക്കെ അങ്ങോട്ട് പിടിപ്പിച്ച് കളയാം. നമുക്കിടെ വിജാഗിരിയിൽ നമ്മുടെ എൽക്കി കാണാണ്ടിരിക്കാൻ വേണ്ടി ഓരോരോ കിടുതാപ്പുകളുണ്ട് കേട്ടോ.
ആശാമരെ ഇത് നമ്മുടെ ടവൽ റോഡും നമ്മുടെ ഹാൻഡിലുമായിട്ട് തന്നെ ഒരു കിടതാപ്പാണ് ട്ടോ. അതായത് നമ്മളത് അതുമേലായിട്ട് ഹോളൊക്കെ ഇട്ട് കൊണ്ടുവന്നേക്കണേ. ഇതൊക്കെ നമ്മൾ ടെമ്പർ അടിക്കണതിന് മുമ്പ് കൊടുത്താണ്. അല്ലെങ്കിൽ നമ്മൾ ടെമ്പർ അടിച്ചു പോകും. ആദ്യം തന്നെ ഫിറ്റിങ്സുകളൊക്കെ കൊടുക്കണോട്ടോ ടെമ്പർ അടിക്കാൻ. അല്ലെങ്കിൽ നമുക്കിട്ട് ആയിരിക്കും ടെമ്പർ അടി മുതലാളുടെ കയ്യിന്ന്. ആശാമരെ ഇതെല്ലാം 8mm ഗ്ലാസ് ആണ് വന്നേക്കണം. 8mm ഗ്ലാസ് നമ്മൾ ടെമ്പർ അടിച്ചെടുത്തിട്ടാണ് ഈ കിടതാപ്പ് ഉണ്ടാക്കിയേക്കണത്. ഈ ശൗചാലയത്തിൽ നമ്മൾ ഈ സ്ക്വയർ പോലെ കട്ട് ചെയ്ത് ഡോറൊക്കെ വെച്ച് തുറക്കാൻ അടക്കാം ഇതൊക്കെ ഉണ്ടാക്കിയേക്കണൊക്കെ 8mm ഗ്ലാസ് വെച്ചിട്ടാണ്. അപ്പോൾ അച്ചമ്മി നമ്മുടെ വീഡിയോൻ്റെ കഥ കഴിഞ്ഞിരിക്കണേ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് കണ്ട് സഹായിക്കണേ. പിന്നെ നമുക്കടാ ലൈക്കില്ല അതൊന്ന് തന്ന് സഹായിക്കണം കേട്ടോ. അപ്പോൾ ആശാമാരെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. 29 and I find myself wondering what did happen to the last 10. I ran away with my life, fast forward, never turn back again. It's kind of funny that the more we pass time, the more we need to set the rewind. And 19 was the year I had to leave you, but now I'm seeing all the signs. Is this really